ഇന്ത്യയിൽ നിന്ന് ശരിക്കും ഒരു 2 ലക്ഷം പേരാണ് അപേക്ഷിക്കുന്നത്. ഈ വിസിറ്റർ വിസ മെക്സിക്കോയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറയാൻ നേരത്ത് ഇപ്പം ന്യൂസ് വരുന്നതെന്ന് പറയാൻ നേരത്ത് അതായത് ഈ 2 ലക്ഷം പേര് പോകുന്നവരിൽ 1 ലക്ഷം പേര് മാത്രമുള്ള അവർ പോകുന്ന ഒന്ന് ഡോങ്കി റൂട്ടാണ്. ഡോങ്കി റൂട്ടിന് വേണ്ടിയാണ് പോകണമെന്ന്. അത് അമേരിക്കയിലോട്ട് പോകുന്നതാണ് ഈ ഡോങ്കി റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 1 ലക്ഷം പേര് പിടിക്കപ്പെടും. 1 ലക്ഷം പേര് അകത്ത് കടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 2 ലക്ഷം പേര് എന്ന് പറയാൻ നേരത്ത് അതായത് 2 ലക്ഷം മാത്രമല്ല, പിന്നെ എന്ന് പറയാൻ നേരത്ത് പിന്നെയാണ് നമ്മൾ എംബസിയുടെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ നിൽക്കാൻ നേരത്താണ് മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. അതായത് അവിടെ ജോലിയുണ്ട്, അത് ഇവിടെ ജോലിക്കായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ എംബസി ഓപ്പൺ ആവുന്നതെന്ന് പറയാൻ നേരത്ത് ജോലിക്ക് വേണ്ടിയാണ് ഓപ്പൺ ആവുന്നത്. അത് മീൻസ് ജോലികളുള്ള കാര്യങ്ങൾ ഇവിടെ അത് അത്രയ്ക്കും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അത് കിട്ടുന്നവരെല്ലാം അത് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിയും വിസ കൊടുക്കുന്നുള്ള കാര്യം അന്നാണ് അറിയുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഇപ്പം എന്ന് പറയാൻ നേരത്ത് 2 ലക്ഷം കണക്ക് അത് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 2 ലക്ഷം ഡോങ്കി റൂട്ടാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന ആളെന്ന് പറയാൻ നേരത്ത് പുള്ളി ജെന്യുവൻ ആയിട്ടുള്ള ശരിക്കുള്ള ടൂറിസ്റ്റാണ്. കാര്യം പുള്ളി ഓൾറെഡി ഇതുണ്ടായിരുന്നു, അതിൻ്റെ പേരെന്താ, അമേരിക്കയുടെ 10 വർഷം മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാപ്സായി പോയി. അപ്പോൾ ലാപ്സ് എല്ലാവരും പുള്ളിക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളും ദുബായ് അതൊന്നും ഓൺ അറൈവൽ വിസ എടുക്കാം. അപ്പോൾ അത് പുള്ളിക്ക് പക്ഷേ ഒരു ജെന്യുവൻ വിസിറ്റർ ആയിരുന്നു മെക്സിക്കോയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ നേരത്ത് എന്ന് പറയാൻ നേരത്ത് ഈ 2 ലക്ഷം പിന്നെ നോക്കാൻ നേരത്ത് ഒരു അവിടെ ജോലി എല്ലാം കൂടി ഞങ്ങളുടെ കണക്കിൽ, പിന്നെ ഒരു ശരിക്കുമുള്ള ടൂറിസ്റ്റ്, ഞങ്ങളുടെ കണക്കിൽ എന്ന് പറയാൻ നേരത്തെ എങ്ങനെ പോയാലും ഒരു 4 ലക്ഷം പേര് ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോയിലോട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കില്ല അത്. ഈ 4 ലക്ഷം പേര് പോകുന്നതെന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു 1000 പേരെങ്കിലും ഒരു പ്ലെയിനിൽ പോകുന്നുണ്ട്. 1000 പേര് പ്ലെയിനിൽ പോകുന്നുണ്ടെന്ന് പറയാൻ നേരത്ത് 3 പ്ലെയിനിലായിട്ടാണ് പോകുന്നത്. ഇപ്പം ഈ ഡോങ്കി റൂട്ടിൽ പോകുന്നതിൻ്റെ എന്ന് പറയാൻ നേരത്ത് അവിടെ ചെല്ലാൻ നേരത്ത് ആ പോകുന്ന വഴിയിൽ പലരും സക്സീഡ് ചെയ്യാറില്ല, മീൻസ് അവിടെ എത്താറില്ല, അമേരിക്കയിൽ എത്താറില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഡെഡ് ബോഡീസും അതിൻ്റെ എന്താ പറയുക ഇത് മറ്റേ ഫോസിൽസും എല്ലാം കാണുന്ന പറഞ്ഞത്. അതും ഫാമിലീസിൻ്റെ ഒക്കെ കാണുന്ന പറഞ്ഞത്. അത് അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ കാല് വെച്ചിട്ടാണ് ഇവർ അമേരിക്കയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ എപ്പോഴും പറയും, ഒരു കാരണവശത്തെല്ലാം നിയമപരമല്ലാത്തുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ പോരുത്. അമേരിക്കയിലോട്ട് പോയത് ഏത് രാജ്യവും, പാശ്ചാത്യ രാജ്യത്തിൽ ഏത് രാജ്യത്തിൽ പോകാൻ നേരത്ത് നിയമപരമായിട്ടേ പോകാവുള്ളൂ.